സ്ത്രീകളെ പറ്റി സംസ്കൃതത്തിൽ മലയാളത്തിലും എന്താണ് പറയുന്നത്? അന്തർജനം. മലയാളത്തിൽ ടീച്ചർമാരുണ്ടാകും, അവർക്കറിയാം. അന്തർജനം എന്നാണ് പറയുക. ഹിന്ദിയില് ഔറത്ത് എന്നാണ് പറയുക. ഇന്ത്യയുടെ മാതൃഭാഷയാണ് ഹിന്ദി, പൗരാണിക ഭാഷയാണ് സംസ്കൃതം, കേരളത്തിന്റെ മാതൃഭാഷയാണ് മലയാളം. ഇതിലൊക്കെ അന്തർജനം എന്നാണ് സ്ത്രീകളെ പറ്റി പറയുക. അത് അവരുടെ നേച്ചറാണ്, അവരുടെ പ്രൈവസി, അവരുടെ അവകാശമാണ്. പെണ്ണിന്റെ പ്രൈവസി എന്ന അവകാശത്തെ അംഗീകരിച്ചു കൊടുക്കണം. പെണ്ണിനെ ഇടക്ക് കൊണ്ടുവന്നിരുത്തണം എന്ന് പറയുന്നത് പെണ്ണല്ല, പുരുഷന്മാരാ. ഞങ്ങൾക്ക് അവരടുത്തിരിക്കണം എന്നൊരു താല്പര്യമുണ്ട്. പെണ്ണ് വസ്ത്രം പൂർണ്ണമായും ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആരാണ്? പുരുഷന്മാരാണ്. ഈ പുരുഷ മേധാവിത്വത്തിനെതിരെ സമരം ചെയ്തുകൊണ്ട് സ്ത്രീകളുടെ പ്രൈവസി എന്ന് പറയുന്ന ഏറ്റവും വലിയ അവകാശത്തെ അംഗീകരിച്ചു കൊടുക്കുകയാണ് മാർക്സ് ചെയ്യുന്നത്. പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നാണ് ചിലർ പറയുക. അത് അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. ഒരിക്കലും ഇവിടെ ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. സാഹിത്യകാരന്മാരും മറ്റൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് നമ്മുടെ കാലിക്കറ്റ് സാഹിത്യകാരനായ രാമനുണ്ണിയും അതുപോലെ ഇവിടുത്തെ വലിയ വലിയ എഴുത്തുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ ചർച്ച ചെയ്തായിരുന്നു, പർദ്ദ ഇസ്ലാം ഒരു സംസ്കാരമാണോ അല്ലയോ എന്നായിരുന്നു ചർച്ച. അപ്പൊ അന്ന് ഒരു മുസ്ലിം ഡോക്ടർ തന്നെ പറഞ്ഞു, എന്റെ അഭിപ്രായത്തിൽ വസ്ത്രം തന്നെ ധരിക്കേണ്ടതില്ല. കാരണം മൃഗങ്ങളും ഇവിടെ ജീവികളാണല്ലോ, ഇപ്പൊ നേച്ചറാണ്, ഇവിടെ പ്രകൃതിയാണ്. അപ്പൊ അവരൊന്നും വസ്ത്രം ധരിക്കുന്നില്ല, മനുഷ്യന് മാത്രം എന്തിനാണ് ഈ വസ്ത്രം? അത് പറ്റില്ല, വസ്ത്രം ഇല്ലെങ്കിൽ പിന്നെ എന്താ സംസ്കാരം ഉണ്ടാവും? അപ്പൊ എത്ര വസ്ത്രം ധരിക്കുന്നതാണ് സംസ്കാരം? ഏറ്റവും ചെറിയ വസ്ത്രം ധരിക്കുന്നത് വലിയ സംസ്കാരം, ഏറ്റവും വലിയ വസ്ത്രം ധരിക്കുന്നത് ചെറിയ സംസ്കാരം. ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അപ്പൊ വസ്ത്രം ധരിക്കുന്നത് സംസ്കാരമാണ്, അല്പവസ്ത്രം ധരിക്കുന്നത് അല്പ സംസ്കാരമാണ്, കൂടുതൽ വസ്ത്രം ധരിക്കുന്നത് മികച്ച സംസ്കാരമാണ്. അപ്പൊ ഈ ഇന്ത്യൻ കൾച്ചർ പഠിപ്പിക്കുന്ന അത് തന്നെയാണ് മാർക്സിന്റെയും കൾച്ചർ. അപ്പോ നമ്മുടെ പെൺകുട്ടികളാണ്, അവര് വിവസ്ത്രരായി വരാൻ പാടില്ല. സൈഡ് കീറിയിട്ട് വള്ള വരെ കാണുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വരാൻ പാടില്ല. അവർ വരാതിരിക്കണമെങ്കിൽ ടീച്ചർമാരും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇതിന് ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവുകളൊന്നുമില്ല. സ്ലീവ്, ഹാഫ് സ്ലീവ് ആയിട്ട്, സ്ലീവ്ലെസ് ആയിട്ട് വരിക, ഇങ്ങനെ കൈ തുറന്നിട്ട് ആർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാ? അപ്പൊ അത് പെണ്ണിനെ വലിച്ചിഴക്കുക എന്ന പുരുഷ മേധാവിത്വത്തിന്റെ ആ ചൂഷണത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന സ്ത്രീകളാണ് മാർക്സിൽ വളർന്നു വരുന്നവർ. കൈ പുറത്ത് കാണിക്കാത്തവരും മാറിടം കാണിക്കാത്തവരും കാല് കാണിക്കാത്തവരുമായ മാന്യമായി നടക്കുന്നവരാകണം. അത് മതത്തിന്റെ പേരിലല്ല, എല്ലാവർക്കും അവകാശമാണ്. എങ്കിൽ കാലമറക്കൽ ചില മതങ്ങളിലൊന്നും ചെയ്യാറില്ല. അവർക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ രീതിയിൽ അവർക്ക് നടക്കാം. അതിനെ മാർക്സ് ഏതെങ്കിലും ചില മതകലാലയങ്ങളിൽ നടക്കുന്നത് പോലെ ഞങ്ങളുടെ മതമനുസരിച്ച് എല്ലാ മതക്കാരും നടക്കണമെന്ന് ഒരിക്കലും മാർക്സ് പറയാറില്ല. പൊട്ടുതൊടുന്നവർക്ക് പൊട്ടുതൊടാം, കുരിശു വയ്ക്കുന്നവർക്ക് കുരിശു വയ്ക്കാം, തൊപ്പി വയ്ക്കുന്നവർക്ക് തൊപ്പി വയ്ക്കാം. ഇതൊക്കെ മതചിഹ്നങ്ങളാണ്. ഒരു മതചിഹ്നത്തെയും എതിർക്കാൻ പാടില്ല. എല്ലാ മതചിഹ്നങ്ങളും അംഗീകരിച്ചു കൊടുക്കും. വിവസ്ത്രരായി വരണം എന്നത് ഒരൊറ്റ മതവും പറയുന്നില്ല. അത് പറയുന്നത് ആധുനിക ലോകത്തെ അല്പന്മാരായ ചില വ്യക്തികൾ മാത്രമാണ്. അതിനൊരിക്കലും, ആ ചൂഷണത്തിനൊരിക്കലും കൂട്ടുനിൽക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ തന്നെ വേണം. പെൺകുട്ടികൾ ഒരു ഭാഗത്തിരിക്കണം, ആൺകുട്ടികൾ ഒരു ഭാഗത്തിരിക്കണം. മിക്സഡ് ക്യാമ്പസുകളാണെങ്കിൽ അവിടെ പെൺകുട്ടികളെ പിറകിലിരുത്തിയും ആൺകുട്ടികളെ മറ്റൊരു ഭാഗത്ത് ഇരുത്തണം. പെൺകുട്ടികളുടെ പിന്നിൽ ഒരിക്കലും ആൺകുട്ടികളെ ഇരുത്തരുത്. സ്റ്റേജിലായാലും മറ്റു പ്രോഗ്രാമിനായാലും ഇടകലർന്നുകൊണ്ട് നിർത്തരുത്, ഇടകലർന്നുകൊണ്ട് വരാൻ അവസരം കൊടുക്കരുത്. അത് നമ്മുടെ രാജ്യത്ത് അരാജകത്വവും അധാർമികതയും വളരാൻ കാരണമാകും. ഇതൊക്കെ മാർക്സിന്റെ ഒരു പോളിസിയാണ്. ചിലര് വിചാരിക്കും ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അന്യമതക്കാരായ ആളുകൾക്ക് എതിർപ്പുണ്ടാകുന്നു. ഒരു എതിർപ്പുണ്ടാവില്ല. മെഡിക്കൽ കോളേജിൽ ഒരു പ്രൊഫസർ തന്നെ എന്നോട് പറഞ്ഞു, എന്റെ കല്യാണത്തിന് പെണ്ണുങ്ങൾക്ക് വേറെയും ആണുങ്ങൾക്ക് വേറെയുമായിരുന്നു ഇരിക്കാനിടവും ഡൈനിങ്ങും ഒക്കെ.
അപ്പൊ മെഡിക്കൽ കോളേജിൽ പ്രൊഫസർമാരായ അമുസ്ലിംകളായ കുറെ ഡോക്ടർമാർ എന്നോട് വന്ന് പറഞ്ഞു, ഡോക്ടറെ ഇന്നാണ് അൽഹംദുലില്ലാ അവർ പറഞ്ഞില്ല, ഞാൻ അതിന്റെ എക്സ്പ്രഷനാണ് പറയുന്നത്, ഇന്ന് വളരെ സന്തോഷമായി. കാരണം ഈ ആളുകൾ വായിലേക്ക് നോക്കി നിൽക്കാതെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ചാൻസ് തന്നല്ലോ ഡോക്ടറെ, വി ആർ വെരി ഹാപ്പി എന്ന് വളരെ ആത്മാർത്ഥമായി അവര് പറഞ്ഞു എന്നോട് ഡോക്ടർ. അതുപോലെ അദ്ദേഹം നിലത്ത് ഇരുത്തിയ ഭക്ഷണം കൊടുത്തെന്ന് പറഞ്ഞപ്പോ ഇവർ വിചാരിച്ചത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു രീതിയാണ് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കല്. നോക്കുമ്പോ എല്ലാം മറ്റുള്ളവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണത്, പക്ഷെ ഇപ്പൊ എവിടെയും കിട്ടുന്നില്ല. ഈ വീഴാനായ കസേരയിൽ ഇരുന്ന് തിന്നുമ്പോ ഭക്ഷണത്തിലേക്ക് നോക്കണം, വീഴുമെന്ന് നോക്കണം. അങ്ങനത്തെ കസേരയിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ടെൻഷനാണ്. ഇന്നലെ പറഞ്ഞൊരു ഞാൻ നേരത്തെ പറഞ്ഞു, അത് കേരളത്തിലെ ഏറ്റവും ആയുർദൈർഘ്യം കുറവ് അലോപ്പതിക് ഡോക്ടർമാർക്കാണ് എന്നത് അമ്മ അത്ഭുതപ്പെടുത്തുന്ന വലിയൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഏറ്റവും കൂടുതൽ ടെൻഷൻ എടുക്കുന്നതും ഹൈ പ്രഷർ ഉണ്ടാകുന്നതും ഒക്കെ അവർക്ക്. അപ്പൊ മനസ്സമാധാനത്തോടു കൂടി നിൽക്കാൻ എല്ലാവർക്കും ഫ്രീഡവും പ്രൈവസിയും അനുവദിക്കുക എന്ന ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്തായ തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് മർക്കസ്